ഫൈൻ ട്യൂൺ യുവർ ടൈമിംഗ്. നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മുട്ടയിൽ നിന്നും ഒരു കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു കുഞ്ഞ് മുട്ടയുടെ തോട് പൊളിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആ പൊളിക്കുന്ന ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടർക്ക് അതിനകത്ത് പങ്കുണ്ട്. ഒന്ന് ആ കുഞ്ഞിൻ്റെത്, മറ്റൊന്ന് അതിൻ്റെ തള്ളയുടേത്. ഈ കുഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ അകത്തിരുന്നുകൊണ്ട് ആ തോട് പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. തോട് കുറേയൊക്കെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ആ ഒരു പക്ഷി, ആ ഒരു തള്ള പക്ഷി ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെ സഹായിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുവരെ ആ തള്ള ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ടൈമിംഗ് വളരെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ആ തോട് പൊളിച്ച് വരുന്നത് വഴി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്വയം രക്ഷ തന്നെയാണ് അവിടെ അത് ചെയ്യുന്നത്, ആ ഒരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് തുടങ്ങി വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തള്ള അതിനെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ടൈമിംഗ് വളരെ പ്രധാനമാണ്. കാര്യം എന്ന് വെച്ചാൽ, ആ കുഞ്ഞ് അതിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ശ്രമം നടത്തിയാൽ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ആ തള്ള അവിടെ ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയിലാണെങ്കിലും അതിനെക്കുറിച്ചാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരെ ഒരുപാട് സഹായിക്കണമെന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കളും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പം ഒരു ജോലി സ്ഥലത്ത് നമ്മളൊരു മാനേജറാണ്, നമ്മുടെ താഴെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ട്രെയിനീസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നുവെച്ചാൽ ആ അറിവ് സ്വീകരിക്കാനുള്ള പക്വത അവർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ട്രെയിനി അവർക്ക് എന്താ പറയുന്നത്, അവരുടെ ടൈമിംഗ് കറക്റ്റ് ആണ്, ഇത് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവ് മാനേജർ എന്നുള്ള രീതിയിൽ നമുക്കുണ്ടാകണം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് മാത്രമല്ല, ജോലി സ്ഥലത്താണെങ്കിൽ പോലും എന്താ പറയുന്നത്, അറിവ് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരാൾ മാത്രം മറ്റേ ആൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അത് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാവില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടോ, ആ ഒരു മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കാനായിട്ട്.